കാനനം കാട്ടിലെ എല്ലാ മൃഗങ്ങളും മൂവാണ്ടൻ മാവിന് ചുറ്റും ഒത്തുകൂടിയിട്ടുണ്ട്. എന്തോ വലിയ ഗൗരവമുള്ള കാര്യം ചർച്ച ചെയ്യാനുണ്ടെന്ന സിംഹരാജാവിന്റെ അറിയിപ്പ് കിട്ടിയതിനാലാണ് എല്ലാവരും അവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് കാര്യമെന്നറിയാതെ എല്ലാ മൃഗങ്ങളും അമ്പരപ്പിലാണ്. എല്ലാവരും രാജാവിനെ കാത്ത് ക്ഷമയോടെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞു. സിംഹരാജാവ് തന്നെ മന്ത്രിയെയും കൂട്ടി അവിടേക്ക് വന്നു. രാജാവിനെ കണ്ടതും എല്ലാ മൃഗങ്ങളും രാജാവിന് നമസ്കാരം പറഞ്ഞു. അദ്ദേഹം പതിയെ സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചു. എല്ലാവരോടും ഇപ്പോൾ ഇവിടെ ഒത്തുകൂടാൻ പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. സിംഹരാജാവ് പറഞ്ഞു തുടങ്ങി. നമുക്ക് ശാരീരികമായി പല അസ്വസ്ഥതകളുമുണ്ട്. ദിവസം പോകുന്തോറും അത് കൂടിക്കൂടി വരുന്നു. അതിനാൽ നമുക്ക് ഉടനെ അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. രാജാവ് എല്ലാവരോടുമായി പറഞ്ഞു. ഇത് കേട്ടതും എല്ലാവർക്കും സങ്കടമായി. കാരണം അത്രയും നല്ലവനായിരുന്നു നമ്മുടെ സിംഹരാജാവ്. അദ്ദേഹത്തെ പോലെ ഒരു നല്ല രാജാവിനെ ഇനി ലഭിക്കുമോ എന്ന സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്കിനി ആവശ്യം വിശ്രമമാണ്. അതുകൊണ്ടാണ് അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇനി അടുത്ത പ്രശ്നം നമ്മൾ എങ്ങനെ അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കണം എന്നതാണ്. അതിനായി നമുക്കെന്തെങ്കിലും മത്സരം വെക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രാജാവ് പ്രജകളോട് ചോദിച്ചു. പുതിയ രാജാവാകാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരുന്നു. മൃഗങ്ങൾ പറഞ്ഞു, അതെ അതെ, നമുക്ക് മത്സരം വെക്കാം. അതിൽ ജയിക്കുന്നവൻ രാജാവാകട്ടെ. എല്ലാവരും അതിനെ അനുകൂലിച്ചു. എന്ത് മത്സരം വെക്കണം എന്നത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം നിങ്ങളാണല്ലോ മത്സരത്തിൽ പങ്കെടുക്കേണ്ടതും അടുത്ത രാജാവാകേണ്ടതും. സിംഹരാജാവ് എല്ലാവരോടുമായി പറഞ്ഞു. ഇത് കേട്ട മുയൽ പറഞ്ഞു, നമുക്കൊരു ഓട്ടമത്സരം വെച്ചാലോ? ആദ്യം ഓടിയെത്തുന്ന ആൾ രാജാവാകട്ടെ. രാജാവിന് നല്ല വേഗത അത്യാവശ്യമാണല്ലോ. ഇത് കേട്ട മാനും മുയലും കടുവയും എല്ലാം മുയലിനെ അനുകൂലിച്ചു. ഇത് കേട്ട കരടി പറഞ്ഞു, അങ്ങനെ വേഗത തീരുമാനിക്കാൻ ഓട്ടമത്സരം തന്നെ നടത്തേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? വേറെ എത്ര മത്സരമുണ്ട്? ആ കാണുന്ന മരത്തിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ ആദ്യം ആരെത്തുന്നുവോ അവർ രാജാവാകട്ടെ. കരടിയെ അനുകൂലിക്കാൻ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. വേഗത അളക്കാനാണെങ്കിൽ ഒരു നീന്തൽ മത്സരം വെച്ചാൽ പോരെ? ഏറ്റവും വേഗത്തിൽ പുഴ നീന്തി കടക്കുന്ന ആൾ രാജാവാകട്ടെ. ആമ പറഞ്ഞു. തവളയും മീനും ആമയെ പിന്താങ്ങി. ഇത് കേട്ട കിളികൾ പറഞ്ഞു, വേഗത അളക്കാനാണെങ്കിൽ ഒരു പറക്കൽ മത്സരം വെക്കാം. ഏറ്റവും ആദ്യം ഇവിടെ നിന്നും പറന്ന് കുന്നിന്റെ മുകളിൽ എത്തുന്ന ആൾ രാജാവാകട്ടെ. എന്താ, അതുപോരെ? ഇതെല്ലാം കേട്ടപ്പോൾ മൃഗങ്ങൾക്കെല്ലാം ഭയങ്കര സംശയമായി. അയ്യോ, ഇതിൽ ഏത് മത്സരം നടത്തണം? ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് അവിടേക്ക് രാജാവിന്റെ മകനായ ശേരുസിംഹം വന്നത്. ശേരു പറഞ്ഞു, വേഗത ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ എങ്ങനെയാണ് ഒരാളെ രാജാവായി തിരഞ്ഞെടുക്കുക? രാജാവിന് പല പല ഗുണങ്ങളും ആവശ്യമാണ്. വേഗത, ശക്തി, ബുദ്ധി, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള കഴിവ്, സ്നേഹം, കരുണ, അങ്ങനെ കുറേ ഗുണങ്ങൾ വേണം. എനിക്ക് തോന്നുന്നത് ഈ മത്സരങ്ങൾ ഒന്നും ശരിയാവില്ല എന്നാണ്. കാരണം ഓട്ട മത്സരത്തിലും മരം കയറ്റ മത്സരത്തിലും നീന്തൽ മത്സരത്തിലും ഒന്നിലും എല്ലാ മൃഗങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. ഓട്ട മത്സരത്തിൽ മീനുകൾ എങ്ങനെ പങ്കെടുക്കും? നീന്തൽ മത്സരമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മാനും മുയലും മറ്റു മൃഗങ്ങളും എങ്ങനെ പങ്കെടുക്കും? ഒരു മത്സരം വെക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റണം. എല്ലാവരെയും നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേട്ട മന്ത്രി പറഞ്ഞു, രാജകുമാരൻ ശേരു പറഞ്ഞതാണ് ശരി.
ഒരു രാജാവിന് പല ഗുണങ്ങളും വേണം. എന്നാൽ രാജാവിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഗുണം മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് സഹായിക്കാനും ആ പ്രശ്നം പരിഹരിക്കാനുമുള്ള മനസ്സാണ്. ഇത് കേട്ടതും മിട്ടുമുയൽ പറഞ്ഞു, അതെ അതെ, രാജകുമാരൻ ക്ഷീരവും മന്ത്രിയും പറഞ്ഞത് ശരിയാണ്. ഒരു രാജാവാകാൻ എല്ലാ ഗുണങ്ങളും ആവശ്യമാണ്. അല്ല, നമ്മൾ എന്തിനാണ് വേറൊരു രാജാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ഷേരുവിനെ തന്നെ അടുത്ത രാജാവാക്കാൻ പാടില്ലേ? ഷേരു എല്ലാ മൃഗങ്ങളെക്കുറിച്ചും ആലോചിക്കാറുണ്ട്. അവൻ ബുദ്ധിമാനാണ്, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുമുണ്ട്, എല്ലാവരെയും സഹായിക്കാറുണ്ട്, ഞങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇനി മത്സരം നടത്തേണ്ട ആവശ്യമുണ്ടോ? രാജകുമാരൻ ഷേരുവിനെ തന്നെ നമുക്ക് നമ്മുടെ അടുത്ത രാജാവായി തീരുമാനിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മിട്ടുമുയൽ സന്തോഷത്തോടെ മറ്റു മൃഗങ്ങളോട് ചോദിച്ചു. ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി. എല്ലാ മൃഗങ്ങളും മിട്ടുമുയലിനോട് യോജിച്ചു. എല്ലാവരും ചേർന്ന് നല്ലവനായ ഷേരുവിനെ അടുത്ത രാജാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.